ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കളരി തോറ്റാൽ ആശാന്റെ നെഞ്ചത്തെന്ന് പറഞ്ഞൊരവസ്ഥയാണ്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കേസിന്റെ വിധിയായിരുന്നു ഇന്നലെ കോടതിയിൽ നിന്നും വന്നത്. പൾസർ സുനി അടങ്ങുന്ന 5 ക്രിമിനലുകൾക്കും പരമാവധി ശിക്ഷയാണ് ബഹുമാനപ്പെട്ട കോടതി നൽകിയത്. 20 വർഷം കഠിന തടവാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു 20 വർഷം മതിയോ അല്ലെങ്കിൽ ആ 20 വർഷം പോരാ എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കേസിലെ 10 പ്രതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നടൻ ദിലീപ്. പിന്നുള്ള 3 പേർക്കും ബഹുമാനപ്പെട്ട കോടതി ഈ 4 പേരെയും തെളിവുകളുടെ അഭാവത്തിൽ അവരെ കുറ്റവിമുക്തമാക്കിയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ വാർത്തയ്ക്കെതിരെ അഭിഭാഷക വൃത്തങ്ങൾ തന്നെ ഒരു വിഭാഗം ദിലീപിന് എതിരായിട്ടും വന്നിട്ടുണ്ട്. ഈ കളരി തോറ്റാൽ പിന്നെ ആശാന്റെ നെഞ്ചത്തെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഈ അതിജീവിതയുടെ വക്കീലുള്ള മിനി. ഇത് പറയാനായിട്ടുള്ള മെയിൻ കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം. ഇത് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ ഷെഫീന വിവിയും കൊടുക്കുന്നുണ്ട്. ഈ മിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ് അതിജീവിതയുടെ വക്കീൽ. ഇവർക്ക് ഈ കോടതിയിൽ ഈ കേസ് വാദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഇവർ തോറ്റു തുന്നം പാടിയത്. അതിജീവിതയെ തോൽപ്പിച്ചത് ഈ വക്കീലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഇവര് അനാവശ്യമായിട്ട് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാന്റെ പേര് ഇതിന ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മമ്മൂക്ക ദിലീപല്ല, മലയാള ഇൻഡസ്ട്രിയിലോടെല്ലാം ഈ അതിജീവിതയ്ക്കൊപ്പവും മമ്മൂക്ക നിൽക്കുന്നുണ്ട്. ഇതിൽ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഒരു അഡ്വക്കേറ്റിന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഈ അതിജീവിത തോറ്റുപോയെന്ന് 100 വട്ടം നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവർക്ക് കഴിവില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. കാരണം മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കാനെ ഈ ഒരു കേസിലേക്കൊക്കെ വലിച്ചിഴച്ചിട്ടുള്ള ഇവർക്കെതിരെ മമ്മൂക്ക കേസ് കൊടുക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ടേക്ക്. കാരണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പറഞ്ഞു വരുന്ന ആര് തന്നെയായാലും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്രൂര കൃത്യത്തിന് അതിനകത്ത് മമ്മൂക്കാക്ക് പങ്കുണ്ട് എന്നൊക്കെ ഈ വൃത്തികെട്ട പെണ്ണുമ്പുള്ള വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഷെഫീന പറയുന്നതും ഈ അഡ്വക്കേറ്റ് പറയുന്നതും നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേൾക്കുക. കേട്ടതിനു ശേഷം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം. ഹായ്, സത്യത്തില് അതിജീവിത തോറ്റതിന്റെ മെയിൻ റീസൺ ആരെന്ന് വെച്ചാൽ TB മിനി എന്ന് പറയുന്ന ഈ അഭിഭാഷകയാണ്. കിളിപോയ സാധനമാണ് കേട്ടോ. എന്താ പറയണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. പുതിയൊരു പ്രതിയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പേട്ടൻ അങ്ങോട്ട് പോയി അടുത്ത പ്രതി അവർ കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. സെൻസേഷണലായ കുറെ അധികം ഇത് വേണം അവർക്ക്. അതിനപ്പുറം ഈ സ്ത്രീക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ സ്ത്രീയുടെ വർത്തമാനം. ഇപ്പോ ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആളാകാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് മേലെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരേത് കേസാ ജയിച്ചേ? ഇവരെയായിരുന്നു മാറ്റേണ്ടത്. ഈ ഇര ഇടയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയുന്ന രീതിയിൽ പിന്നെ കോടതിയിൽ, അതായത് പ്രത്യേകിച്ച് ജഡ്ജി പറയുന്നൊന്നും അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഈ ഇര പറയണ അനുസരിക്കാനാണോ കോടതിയിൽ ഇരിക്കുന്ന ആൾക്കാർ? കോമൺ സെൻസ് വേണ്ടേ? അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരെ എഴുതിയെടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞാൽ അവരെ മാറ്റാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തില്? ഞാൻ ഓർത്തു അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ, അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നു. പക്ഷെ ഇന്നലെ ഈ പറയുന്ന TB മിനിയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയിൽ അതിനകത്ത് അവർ സ്പഷ്ടമായി പറയുന്ന ഒരു കാര്യം, എനിക്ക് കോടതിയിൽ വലിയ അക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ അവരാരും ഒരു പ്രത്യേകതരം ജീവിയായിട്ട് കാണുന്നത് പോലെയായിരുന്നു. എന്നെ എല്ലാവരും ഒഴിവാക്കി, എന്നെ എല്ലാവരും ശത്രുവായി കണക്കാക്കി. ഇതൊക്കെ ആരോടാ ഈ നുണ പറയുന്നേ? ഇത് എന്തൊരു നുണയാണ് ഈ സ്ത്രീ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾ കോടതിയിൽ പോകുന്ന എന്തിനാണ്? ഒരു കേസ് വാദിക്കാനല്ലേ? അല്ലാതെ പിന്നെന്താ മാപ്പിളയുടെ വീടെന്ന് പറഞ്ഞിട്ട് കയറുവാണോ? അമ്മായിയമ്മ നാത്തൂനൊക്കെ ഒന്ന് എതിരേൽക്കണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോവുക, കേസിനാസ്പദമായ കാര്യങ്ങൾ സംസാരിക്കുക, അതിനകത്ത് വരേണ്ട ഓപ്പോസിഷൻ വരും, അതിനെ ഖണ്ഡിച്ച് സംസാരിക്കുക, അതോടെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക, അടുത്ത കേസിന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അവിടെ സോഫ്റ്റ് കോർണർ നിങ്ങൾക്ക് എന്തിനാണ്? നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കേൾപ്പിക്കണം, കേൾക്കണം, ശക്തയായി പറയണം. അതാണ് നിങ്ങളുടെ തൊഴില്. ആ തൊഴിലിനോട് ഇവർ കൂറ് പുലർത്തിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ വൃത്തികെട്ട അലിഗേഷൻ കൊണ്ട് വന്നിരിക്കുന്ന ഈ തള്ളം. പറഞ്ഞത് കേൾക്കണ്ടേ? അത് കേട്ടു നോക്കൂ. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല. പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും. ആണ് എന്റെ. ഇപ്പൊ പേട്ടൻ പോയി, ഇനി ഇപ്പൊ മമ്മൂട്ടി എടുത്തു വെച്ച് അങ്ങോട്ട് ഉരുട്ടാന്ന മമ്മൂട്ടിയാ കുഴപ്പം. സോറി ടു സേ, ഞാൻ അങ്ങേരുടെ ഫാനൊന്നും അല്ല. അയാള് ഒരു കാരണവശാലും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ്, നോൺസെൻസ് ആണ്. ഇവരുടെ കയ്യിൽ തെളിവുണ്ടത്രേ, പക്ഷെ ഇവര് ആരെയും കാണിക്കത്തില്ലെന്ന്. പിന്നെന്തിനാ പുഴുങ്ങി തിന്നാനാണോ തെളിവ്? ചുമ്മാ ഇങ്ങനെ സെൻസേഷൻ ആയിട്ട് നിൽക്കുക, അതിൽ കൂടെ അവർക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു പടുന്യായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ, ഇപ്പൊ ഞാനൊരു കേസ് കൊടുക്കണം, എന്നെ ഒരു പുരുഷൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത്, ഞാൻ പിന്നെ അവിടെ സാക്ഷി മാത്രമാണ്. കേസ് നടത്തുന്നത് ഗവൺമെന്റ് ആണ്.
ഗവൺമെന്റ് നടത്തുന്ന കേസിൽ വാദിക്കാനായിട്ട് അവിടുന്ന് തന്നെ വക്കീൽ വരും. ആ വക്കീലിന് പേയ്മെന്റ് കൊടുക്കുന്നത് ജനങ്ങളാണ്. ഇവർ പറയുന്നത് ഞാൻ ഒരു പൈസയും ഭാവനയുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന്. അവരുടെ പൈസ കൊടുക്കാൻ നടക്കുകയായിരുന്നോ? ഞാൻ ഒരു കാശ് പോലും വാങ്ങിച്ചില്ല. ഇത് സൗജന്യം ചെയ്ത കണക്കാണ്. ഒരു സൗജന്യം അവർ ചെയ്യേണ്ട കാര്യമില്ല. പണം ഇടപാട് അതിനകത്ത് വേണ്ട കാര്യം എന്താ? ഇവരെന്തോ ഭയങ്കര സർവീസിങ് മെന്റാലിറ്റി ചെയ്തെന്നാ പറയണേ. APP അല്ലേ ഇവര് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ ഇവരെന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇവരെ സജസ്റ്റ് ചെയ്തവരോടാണ്. ഇവരെ സജസ്റ്റ് ചെയ്ത നിങ്ങളാണ് സത്യത്തിൽ ഇരയെ ഈ രീതിയിൽ അപമാനിച്ചത്, അവഹേളിച്ചത്, തോൽപ്പിച്ചത്. ഒരു കാര്യമില്ലാത്ത ഒരു മന്ദബുദ്ധി തള്ളയാണല്ലോ ഈ ഒരു ഇത്രയും വലിയൊരു കേസിനെ കൊണ്ടുവന്നിരുത്തിയത്. ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ഈ TB മിനി വളരെ ഇതായിട്ടായിരിക്കും, അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടായിരിക്കും. മറ്റേ പറയുന്ന ആള് അപ്പുറത്ത് നിൽക്കുന്ന വക്കീൽ രാമപിള്ള വക്കീൽ ഭയങ്കര സ്ട്രോങ് ആണ്, പുള്ളിയുടെ വാദഗതിക്ക് മുമ്പിൽ പറ്റാത്തത് കൊണ്ടായിരിക്കുന്നു. ഒക്കെ നുണയാണ് കേട്ടോ. ഈ സ്ത്രീക്ക് ഒരു കുന്തം അറിയത്തില്ല. എന്തൊക്കെ തലതിരിഞ്ഞ വർത്താനങ്ങളാണ് ഇവർ പറയുന്നത്. നീ മമ്മൂട്ടി പറഞ്ഞത് പറഞ്ഞോണ്ട് എന്നെ അടിക്കാൻ വരണ്ട. ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വേറൊന്നുണ്ട്, അത് കേട്ടാലാണ് ചിരിച്ചു മരിക്കാൻ തോന്നുന്നത്. ഇവർക്ക് ഇതൊരു റേപ്പാണെന്ന് പോലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് ബോധമില്ലാതെ എന്തോ പറയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ആ സ്ത്രീനെ ഇപ്പൊ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്ത ഒരാള്. എന്ത് ഇന്റൻസിറ്റി? ദിലീപ് റേപ്പ് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നെന്ന് ആണോ? എന്താ പിന്നെ മമ്മൂട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യിക്കടി? മോഹൻലാലിനെ മമ്മൂട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യിക്ക്. ഇവരെന്താണ് ഈ മണ്ടത്തരം പറയുന്നത്? ഭാഗ്യലക്ഷ്മിയൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? വൈകാരികമായിരുന്നു മോങ്ങാതെ ഇതൊന്ന് കേൾക്ക്, ഇത് മനസ്സിലാക്ക്. ഇവരാണ് നിങ്ങളെ തോൽപ്പിച്ചത്, അല്ലാതെ കോടതിയല്ല. ഈ സ്ത്രീ അവർക്കൊപ്പമായിരിക്കും, അല്ലെങ്കിൽ ഈ പൊട്ടത്തരം പറയുമോ? എന്ത് മന്ദബുദ്ധി തള്ളയാണ്. ശ്രീജിത്ത് പെരുമനയുടെ ടൈം ലൈനിലാണ് മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. അതിൽ ശ്രീജിത്ത് പെരുമന പറയുന്നുണ്ട് മമ്മൂട്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്, അതായത് നിങ്ങളാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത്. സത്യമാണ്, മമ്മൂട്ടി ഇതിനെതിരെ കേസ് കൊടുക്കണം, ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കണം. ഒരു തെളിവുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറയൂ. അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മമ്മൂട്ടി ഇടപെട്ടു ഉത്തരം. അതുകൊണ്ട് മമ്മൂട്ടിയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തെന്നോ? ഇത്ര വലിയ ക്രൈമാണ് മമ്മൂട്ടിയുടെ തലയിലേക്ക് TV തള്ള വെച്ച് കെട്ടണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇത് കേൾക്കുന്നവർക്ക് എന്താ മനസ്സിലാവുക? ഈ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും നശിപ്പിച്ചത്. നിങ്ങൾ കേട്ടല്ലോ അല്ലെ? ഒരു ഓൺലൈൻ ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂലാണ് ഈ മിനി എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ്, അതായത് അതിജീവിതയുടെ ഈ ഒരു അഡ്വക്കേറ്റ് ഈ ശുദ്ധ അസംബന്ധം വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട മമ്മൂക്ക, നിങ്ങൾ ഇവർക്കെതിരെ കേസ് കൊടുക്കണം. കാരണം മമ്മൂക്ക ഇതിനകത്ത് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടെന്ന് പറയാം. മമ്മൂക്ക എന്താണ് കോടതിയിലെ ജഡ്ജിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ശുദ്ധ വിഡ്ഢിത്തരം, ശുദ്ധ അസംബന്ധമാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്. ഇവർ ഏറ്റെടുത്ത ആ കേസ് കൃത്യമായി അവർ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചേനായിരുന്നു അല്ലേ? ഇപ്പം അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫെമിനിസ്റ്റ് അമ്മച്ചിമാർ കടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ കടന്നുകൊണ്ട് കുരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ കർണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞിട്ട് ഇതിനെതിരെ ഒരാൾ പോലും ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുക. ഇതിനകത്ത് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ. കാരണം ഈ അതിജീവിതയെ റേപ്പ് ചെയ്തത് ദിലീപ് ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. മറിച്ച് അവർക്ക് അറിയാൻ വയ്യാത്ത ഒരാളാണ് റേപ്പ്. എന്ത് അസംബന്ധമാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ. ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ഇത് പറഞ്ഞത്? ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ഉന്നതനായിക്കോട്ടെ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥാനവും അവിടെ പണവും പവറും അല്ലെങ്കിൽ പ്രശസ്തിയും നോക്കിയിട്ടാണോ ഈ റേപ്പിന്റെ കാഠിന്യം കൂടുകയും കുറയുകയും ചെയ്തത്? എന്ത് വിവരക്കേടാണ് ഈ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞത്? ഇവരൊക്കെ ഒരു അഡ്വക്കേറ്റ് തന്നെ ആണോ? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കണ്ട നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലൊക്കെ എല്ലാവർക്കും ബൈ.